കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ ധർമ്മടം പഞ്ചായത്തിൽപ്പെട്ട ഒരു ഹിന്ദു ടെമ്പിളാണ് അണ്ടല്ലൂർ കാവ്. ജൈവ വൈവിധ്യത്തിന്റെ ചെറു മാതൃകകളാണ് കാവുകൾ. അണ്ടല്ലൂർ കാവിന്റെ മുഖ്യ ആകർഷണവും ഈ കാടുകളാണ്. 2000 വർഷം പഴക്കമുള്ള മരങ്ങൾ വരെ ഇവിടെയുണ്ട്. മേലേക്കാവും താഴേക്കാവും എന്ന് പറയുന്ന രണ്ട് ദേവസ്ഥാനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് താഴേക്കാവ് കാടുകൾ നിറഞ്ഞൊരു പ്രദേശമാണ്. അണ്ടല്ലൂർ ക്ഷേത്രത്തിലെ ദേവസങ്കല്പങ്ങൾ രാമായണ പ്രതിപാദിതമാണ്. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ, സീത എന്നീ ദേവചൈതന്യ സങ്കല്പങ്ങൾക്ക് ബിംബരൂപത്തിൽ മേലേക്കാവിൽ പ്രതിഷ്ഠകളുണ്ട്. ഇവിടുത്തെ ഉത്സവ ചടങ്ങുകൾ രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിലും യുദ്ധകാണ്ഡത്തിലും പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ തെറ ഉത്സവം. മലയാള മാസം കുംഭം 1-ാം തീയതി കാവിൽ കയറൽ, 2-ാം തീയതി ചക്കകൊത്തൽ എന്നീ ചടങ്ങുകളോടുകൂടിയാണ് അണ്ടല്ലൂർ കാവിലെ തെറ ഉത്സവത്തിന് തുടക്കമാകുന്നത്. 3-ാം തീയതി മേലൂരിൽ നിന്നും കുടവരവുണ്ട്. 4-ാം തീയതി മുതൽ തെയ്യക്കോലങ്ങൾ കെട്ടിയാടാൻ തുടങ്ങും. 4-ാം തീയതി സന്ധ്യയോടെ പ്രധാന ആരാധനാമൂർത്തിയായ ദൈവത്താർ തെയ്യം അണിയറയിൽ നിന്നും മുഖത്തെഴുത്തും ചമയങ്ങളോടും പടിഞ്ഞാറത്തറയിലേക്ക് എഴുന്നള്ളുന്നു. അവിടെ പീഠത്തിലിരുന്ന് ദൈവത്താർ പൊന്മുടി ചാർത്തുന്നു. ഇത് ശ്രീരാമ പട്ടാഭിഷേകമാണെന്നാണ് സങ്കല്പം. ഞങ്ങൾ പോയത് 4-ാമത്തെ ദിവസമാണ്, അതായത് ഇന്നാണ് ദേവത്താർ ഈശ്വരൻ ഇറങ്ങുന്നത്. അപ്പോൾ ദേവത്താർ ഈശ്വരനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോയത്. അതുകൂടാതെ രാവിലെ മാമൻ ഒരു കൊട കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥന വെച്ചിട്ട് കുട സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇവിടെ. അപ്പം അങ്ങനെ അവരവരുടെ കുട സമർപ്പിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ നമ്മൾ ആ കുട എടുത്തിട്ട് ക്ഷേത്രത്തിന് വലം വയ്ക്കണം. അത് 3 പ്രാവശ്യം വലം വയ്ക്കണം. അണ്ടല്ലൂർ കാവിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാനിവിടെ ലിങ്ക് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഈ കൂടെ നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോൾ അവിടെ മറ്റെന്തോ ഒരു ചടങ്ങും കൂടിയുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു ശാന്തിക്ക് നമ്മളിത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവരതിനെ ഒരു പീഠത്തിൽ വെച്ചിട്ട് പിന്നെ കുറച്ചൊരു ചെറിയൊരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് എടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ കുടയൊക്കെ സമർപ്പിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഊട്ടുപുരയിലേക്ക് പോയി. അവിടെ ഉപ്മാവും ചുക്കുകാപ്പിയും എല്ലാ ഭക്തർക്കും അവർ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇപ്പം ഈ കാണുന്ന വീട് നിങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. വളരെ വൈറലായ നമ്മുടെ മീത്ത് മിറിയുടെ പുതിയ വീടാണിത്. നമ്മൾ ഇതിൻ്റെ മുന്നിലൂടെയാണ് കാവിലേക്ക് പോയത്. രാവിലെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ കൂടിയാണ് വന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ടാട്ടോ പോയത്. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും ഞങ്ങളുടെ ആൻറ്റിയുടെ മോനും വൈഫും കൂടിയിട്ടാണ് പോയത്. അതുകൊണ്ട് നല്ല രസമായിരുന്നു. കാരണം ഞങ്ങൾ മാത്രമായിട്ട് എന്താ പറയുക, നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഒരു ഉത്സവത്തിന് പോകുമ്പോഴുള്ള വൈബ് അത് വേറെ തന്നെയല്ലേ. ഉച്ചയ്ക്ക് ഞങ്ങൾ കാവിൽ വരുമ്പോഴും അവിടെ കുറച്ച് തെയ്യങ്ങൾ കെട്ടിയാടുന്നുണ്ടായിരുന്നു. പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല. കാരണം നമുക്ക് മെയിൻ തെയ്യം എന്ന് പറയുന്നത് ദൈവത്താരീശ്വരനാണ്. അത് വൈകുന്നേരമാണ്. പിന്നെ അങ്കക്കാരനും ബപ്പൂരനും ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കാവിൻ്റെ പരിസരത്തൊക്കെ ചുറ്റി ഞങ്ങളിപ്പം അച്ഛൻ്റെ തറവാട്ടിലേക്ക് പോവാണ്. അച്ഛൻ ജനിച്ചു വളർന്ന വീടൊക്കെ കാണാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തറവാട്. ഒരു പഴയ തറവാടാണ്. അതവർ കുറച്ചൊന്ന് റിനോവേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശമൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നുണ്ട്, നമ്മുടെ റിലേറ്റീവ്സ് തന്നെ താമസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ വേറൊരു വീട്ടിൽ പോയി. ഈ ഒരു തെര ഉത്സവത്തിൻ്റെ സമയത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും നമുക്ക് അവിടുന്ന് അവിലും മലരും പൊരിയും പഴവും ഒക്കെ കിട്ടും. അത് നിർബന്ധമായിട്ട് അവർ നമ്മളെ കഴിപ്പിക്കും. അപ്പോൾ നമ്മൾ വേറൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് കഴിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഇത് ഇവിടുന്ന് മാത്രമൊന്നുമല്ല കേട്ടോ, ഞങ്ങൾ പിന്നെയും ഒരു വേറെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് ഇത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതൊരു വീട്ടിലാണ് ഈ ഒരു പൊരിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വറുത്തിട്ട് പൊരി ഉണ്ടാക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്.
ഈ തിരയുടെ സമയത്ത് അണ്ടല്ലൂർ പോയി കഴിഞ്ഞാൽ തന്നെ എല്ലാ വീടുകളും നല്ല വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ്. അത് നിങ്ങളൊരു സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും നിങ്ങളൊരു വീട്ടിൽ കയറി ചെന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം എന്തായാലും അവിടുന്ന് കിട്ടും. അതാണ് ആ ഒരു നാടിൻ്റെ ആ ഒരു ഉത്സവ പ്രതീതി നമുക്ക് ഫീൽ ചെയ്യും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഈ ഒരു സ്റ്റോൾസിലൊക്കെ കറങ്ങി നടന്ന് ഓരോന്ന് കാണുന്നതൊക്കെ വാങ്ങി, കഴിച്ച്, കളിച്ച് അങ്ങനെയൊക്കെയായിരുന്നു സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതില് ഒരു ഗെയിമാണിപ്പോ നമ്മള് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഇതായിരുന്നു നമ്മള് ഫസ്റ്റ് പോയ സ്റ്റോള്. അപ്പൊ ഇവിടുന്ന് ഒരു ഗെയിം കളിച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് സ്റ്റീൽ ഗ്ലാസ്സിലാണ് എറിയണ്ടേ? ഐ! വൗ! പോയി 50 പോയി. ഓ കമ്പനി വീണ്ടും 500 ആദ്യം ഇപ്പൊ മുടക്കുന്നു തോന്നുന്നു. കുറച്ച് താത്തി എറിഞ്ഞു, അന്നേരം ആ ടേബിൾ ഇളകിയാൽ തന്നെ മൊന്ത വീഴും. മൊന്തയൊന്നും എടുത്ത് പൊക്കിയിട്ട് കാണിച്ചു. നല്ല ചാടിയോ, നല്ല അധികം ചാടാൻ പറ്റും. എവിടെ ചാടിയാൽ മതി, എഴുന്നെങ്കിലും അങ്ങ് പോകും. അങ്ങനെ ഗെയിംസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കുറച്ച് റിഫ്രഷ്മെന്റ് ആവാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് അവിടെ ഇരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കസിൻസ് ആയിട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകുമ്പോൾ അത് നല്ല വേറെ തന്നെ ഒരു വൈബാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം ആർക്കും സമയമില്ല, എല്ലാവരും പല സ്ഥലത്തായിരിക്കും. എന്നിട്ടും നമ്മൾ സമയം കണ്ടെത്തി ഇങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അത് നല്ല രസമാണ്, നല്ല മെമ്മറീസാണ്. അണ്ടല്ലൂർ കാവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു ആണുങ്ങളെല്ലാവരും ഈ വെള്ള ബനിയനും തോർത്തുമുണ്ടും ഉടുത്തിട്ടാണ് കാവിലേക്ക് പോവുക. ഇവർ നല്ലവണ്ണം വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കാവിലേക്ക് പോകുന്നത്. ഇത് മെയ്യാല് കൂടാന്ന് പറയുന്ന ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് ഇവരൊക്കെ വാനരന്മാരായിട്ടാണ് സങ്കല്പം. രാമായണം കഥയാണ് കെട്ടിയാടുന്നത് എന്നുള്ളത് കൊണ്ട് ദേവത്താർ ഈശ്വരൻ ശ്രീരാമനും അങ്കക്കാരൻ എന്ന് പറയുന്നത് ലക്ഷ്മണനും ബപ്പൂരൻ എന്ന് പറയുന്നത് ഹനുമാനും ഈ വെള്ളയും വെള്ളയും ഇട്ടിട്ട് എല്ലാവരും ഉള്ള ആണുങ്ങളെല്ലാവരും വാനരന്മാരായിട്ടാണ് സങ്കല്പം. ഈ മെയ്യാല് കൂടുന്ന സമയത്ത് സ്ത്രീകൾക്ക് ക്ഷേത്ര മുറ്റത്തേക്ക് പ്രവേശനമില്ല. കാരണം അത്രയ്ക്ക് തിരക്കായിരിക്കും. പിന്നെ ഓട്ടവും ബഹളവും ഒക്കെ കാരണം നമുക്ക് സ്ത്രീകൾക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനെ രാത്രി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഇതുപോലെ ഒരുപാട് പന്തം വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് അറിയില്ല. നമ്മൾ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പണ്ടല്ലൂർക്കാവ് വരുന്നത്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം. അപ്പം ഞങ്ങൾ കാവിൽ കയറിയപ്പോൾ ഇതാണ് കാവിലെ മുറ്റത്തുള്ള അവസ്ഥ. ദേവതാറിൻ്റെ മുടി വെക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, എല്ലാവരും വെള്ളയും വെള്ളയൊക്കെ ഇട്ട് ആ മുറ്റം നിറയെ ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു സ്ക്രീനിലാണ് പുറത്ത് നിന്ന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ കാവിൻ്റെ പുറത്താണ്. അവിടെ തന്നെ ഇത്രയധികം ജനങ്ങളുണ്ട്. ഈ ഒരു സ്ക്രീൻ നോക്കിയിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നത്. കാരണം നമുക്ക് അകത്തേക്ക് അതിലും വലിയ തിരക്കാണ്. അപ്പം ഞങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവതാറിനെ കാണണം, നമ്മുടെ നേർച്ച കൊടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഈ കാണുന്ന പോലെ കുറേ കൊടകളൊക്കെ ഓരോരുത്തർ സമർപ്പിക്കുന്നതാണ്. ഞാൻ വീഡിയോയുടെ ആദ്യം കാണിച്ചു തന്നില്ലേ, മാമൻ്റെ കൊട പോലെ ഓരോരുത്തർ സമർപ്പിക്കുന്ന കൊടയായിരിക്കും. അപ്പോൾ അത് ആ സമയമായി ദേവതാർ ഈശ്വരൻ വരുന്നുണ്ട്.
അതൊക്കെയായിരുന്നു ഞങ്ങളുടെ അണ്ടലൂർ കാവിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടാവും. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോ ഒന്ന് നോക്കിയാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.